എയർ ഫില്ല് ചെയ്ത ബലൂൺ ഹോട്ട് കണ്ടീഷനിൽ വെച്ചാൽ അതിൻ്റെ വോളിയം കൂടുമെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയത്തിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് ജാക്വസ് ചാൾസും ഗേ ലുസാക്സുമാണ്. ജാക്വസ് ചാൾസ് ഒബ്സർവ് ചെയ്തു, ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായി. അതുമായി ബന്ധപ്പെട്ട ഗ്യാസ് ലോയാണ് ചാൾസ് ലോ എന്ന് അറിയപ്പെടുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസിൻ്റെ വോളിയം എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് ചാൾസ് ലോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് നോക്കാം. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ കൊണ്ടുവരാം. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ടി. ടി ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് എങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. രണ്ട് ഡിഫറെൻ്റ് കണ്ടീഷൻസ് എടുക്കുന്നു. ഇനിഷ്യൽ ടെമ്പറേച്ചർ T1, അപ്പോഴുള്ള വോളിയം V1. പുതിയ ടെമ്പറേച്ചർ T2, അപ്പോഴുള്ള വോളിയം V2 എന്ന് പരിഗണിച്ചാൽ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 ആയിരിക്കും. ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ മതിയാകും. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്നോ, അതല്ലെങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നോ, അതല്ലെങ്കിൽ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്നോ. നമുക്ക് പ്രോബ്ലം ചെയ്യാനായി അവസാനത്തെ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 3 പാരാമീറ്റേഴ്സ് തന്നതിന് ശേഷം നാലാമത്തെ വോളിയം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടെത്താനായി ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ കണ്ടു വോളിയം ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ ഗ്രാഫിക്കൽ ഫോം വരയ്ക്കുകയാണ് എങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും വോളിയം ഇൻക്രീസ് ചെയ്യും. ഇവിടെ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വോളിയവുമാണ് എടുത്തിരിക്കുന്നത്. സോ ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം ഇൻക്രീസ് ചെയ്യും. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഈ ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്നു എന്ന് പരിഗണിക്കുക. ഗ്രാഫ് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ -273.15 ഡിഗ്രി സെൽഷ്യസിൽ ആ ഗ്യാസിൻ്റെ വോളിയം 0 ആകുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കാം. -273.15 ഡിഗ്രി സെൽഷ്യസിൽ ഗ്യാസിൻ്റെ വോളിയം 0 ആകുന്നു. നമുക്കറിയാം ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകില്ല. അതായത് ഈ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം 0 ആവുക എന്നാൽ അതിൻ്റെ അർത്ഥം ആ ഗ്യാസ് ഇല്ലാതാവുക എന്നാണ്. അല്ലെങ്കിൽ ആ ഗ്യാസ് ലിക്വിഡോ അതല്ലെങ്കിൽ സോളിഡോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ -273.15 നമ്മൾ അപ്രോക്സിമേറ്റ് -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പരിഗണിക്കുന്നു. ആ ടെമ്പറേച്ചർ ഗ്യാസിൻ്റെ വോളിയം 0 ആകുന്നു എന്ന അർത്ഥത്തിൽ ആ ടെമ്പറേച്ചറിനെ അബ്സല്യൂട്ട് 0 എന്നാണ് വിളിക്കുന്നത്. അബ്സല്യൂട്ട് 0 എന്നറിയപ്പെടുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിൻ്റെ വോളിയം 0 ആകുന്നു എന്ന് തിയറിറ്റിക്കലായി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഡിഫറെൻറ്റ് പ്രഷേഴ്സിൽ ജാക്വസ് ചാൾസ് ഇതേ രീതിയിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അപ്പോഴെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടിയത്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ട് ഇതിനെ ഐസോബാർ എന്നാണ് വിളിക്കുന്നത്. പ്രഷർ എക്സ്പ്രസ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ബാർ. ബാർ എന്ന പ്രഷറിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട്
വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് കോൾഡ് ഐസോ ബാർ. നമ്മൾ കണ്ടു ഇവിടെ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ വോളിയം 0 ആകുന്ന ആ ടെമ്പറേച്ചറിനെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നു. അതിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ടെമ്പറേച്ചർ സ്കെയില് നമുക്ക് യൂസ് ചെയ്യാം. ലോർഡ് കെൽവിനാണ് ആ ടെമ്പറേച്ചർ സ്കെയില് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കെൽവിൻ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. കെൽവിൻ സ്കെയിൽ പ്രകാരം ഏറ്റവും കുറഞ്ഞ പോസിബിളായ ടെമ്പറേച്ചർ എന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ 0 കെൽവിൻ എന്ന് പരിഗണിച്ചിരിക്കുന്നു. സോ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് അറിയപ്പെടുന്നത്. സയൻറ്റിഫിക്കായി ടെമ്പറേച്ചർ പറയാനായി കെൽവിൻ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റൂം ടെമ്പറേച്ചർ പറയുന്നത് സാധാരണ ഡിഗ്രി സെൽഷ്യസ് എന്ന സ്കെയിലിലാണ്. അതേസമയം ബോഡി ടെമ്പറേച്ചർ പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലിലാണ്. അതേസമയം സയൻറ്റിഫിക്കായി ടെമ്പറേച്ചർ പറയുന്നതിനായി എല്ലായ്പ്പോഴും കെൽവിൻ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലാണ് ടെമ്പറേച്ചർ നൽകിയിരിക്കുന്നത് എങ്കിൽ അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുന്നതിനായി 273.15 അല്ലെങ്കിൽ 273 ആഡ് ചെയ്താൽ മതിയാകും. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് അഥവാ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാനായി അതിനോട് 273 ആഡ് ചെയ്യണം. നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. സിമിലർലി വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുവാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഇറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ ആണ്. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ നൽകിയിരിക്കുന്നത് എങ്കിൽ അതിനെ കെൽവിനിലേക്ക് മാറ്റാനായി 273 ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ സാധാരണ സ്മോൾ ലെറ്റർ ടി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഇറ്റ് ഈസ് ഈക്വൽ ടു ടി കെൽവിൻ. കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ ക്യാപിറ്റൽ ടി കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ നൽകിയിരിക്കുന്നത് എങ്കിൽ അതിനെ കെൽവിനിലേക്ക് മാറ്റാനായി 273 ആഡ് ചെയ്യണം. ഇനി ഉള്ള കാൽക്കുലേഷനിലെല്ലാം നമ്മൾ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലാണ് പരിഗണിക്കുന്നത്. ജാക്വസ് ചാൾസ് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു, ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഗ്യാസിൻ്റെ വോളിയം ഇനിഷ്യൽ വോളിയത്തിൻ്റെ 1/273 പോർഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ നമുക്ക് ലോ ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്യാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ വോളിയം എന്നത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് യൂസ് ചെയ്യുന്നത്. അത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിനെ അഥവാ അബ്സല്യൂട്ട് സ്കെയിലിലെ ടെമ്പറേച്ചറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം പരിഗണിക്കാം. വോളിയം ഓഫ് എ ബലൂൺ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 23.4 ഡിഗ്രി സെൽഷ്യസ് ഈസ് 2 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ബലൂൺ വെൻ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്? പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. പ്രഷർ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. 23.4 ഡിഗ്രി സെൽഷ്യസിൽ ബലൂണിൻ്റെ വോളിയം 2 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസായി ഇൻക്രീസ് ചെയ്താൽ പുതിയ വോളിയം കണ്ടെത്തുക. നമുക്കൊരു പ്രോബ്ലം തന്നാൽ ഏത് ഗ്യാസ് ലോയുമായി ബന്ധപ്പെട്ടത് ആണ് എന്നാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ചാൾസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ദെൻ
വോളിയത്തിലും ടെമ്പറേച്ചറിലും വരുന്ന വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ചാൾസ് ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുന്നു. സോ ഫ്രം ചാൾസ് ലോ we can write V1 by T1 is equal to V2 by T2. ഇവിടെ ഓരോ ടേംസും നമ്മൾ എടുത്തെഴുതുന്നു. V1 എന്നാൽ ഇനിഷ്യൽ വോളിയമാണ്. V1 ഇറ്റ് ഈസ് 2 ലിറ്റർ. T1 ഇനിഷ്യൽ ടെമ്പറേച്ചറാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 23.4 ഡിഗ്രി സെൽഷ്യസ്. സയൻറ്റിഫിക് കാൽക്കുലേഷനിൽ ടെമ്പറേച്ചർ എല്ലായ്പ്പോഴും കെൽവിൻ സ്കെയിലിലാണ് എടുക്കേണ്ടത്. സോ 23.4 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒപ്പം 273.15 അല്ലെങ്കിൽ 273 ആഡ് ചെയ്യണം. പ്ലസ് 273 ഇറ്റ് ഈസ് ഈക്വൽ ടു 296.4 കെൽവിൻ. കെൽവിനിലാകുമ്പോൾ ഡിഗ്രി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സെക്കൻഡ് വോളിയം V2 നമുക്ക് കണ്ടെത്തുകയാണ് വേണ്ടത്. ദെൻ സെക്കൻഡ് ടെമ്പറേച്ചർ T2 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഇറ്റ് ഈസ് ഈക്വൽ ടു 303 കെൽവിൻ. നമുക്ക് പുതിയ വോളിയം V2 ആണ് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V1 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു V2. V1 T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു V2. ഇതിൽ നിന്നും V2 കണ്ടെത്താൻ പറ്റും. V2 ഈസ് ഈക്വൽ ടു V1 T2 ഡിവൈഡഡ് ബൈ T1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനിഷ്യൽ വോളിയം 2 ലിറ്റർ ഇൻറ്റു ഫൈനൽ ടെമ്പറേച്ചർ 303 കെൽവിൻ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചർ 296.4 കെൽവിൻ. നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നു. 2.044 ലിറ്റർ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തു. വാഹനങ്ങളുടെ ടയറിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ തണുപ്പുള്ളപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പ്രഷർ കുറവായിരിക്കുന്നതായി. എന്നാൽ അന്തരീക്ഷം ചൂട് പിടിക്കുമ്പോൾ അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എയറിൻ്റെ പ്രഷർ കൂടി ടയർ ബേസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിച്ചത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള ഈ റിലേഷൻ കാണിക്കുന്ന ലോയാണ് ഗേ-ലുസാക്സ് ലോ. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ പ്രഷർ എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് വേരീസ് ഡയറക്റ്റ്ലി വിത്ത് ടെമ്പറേച്ചർ. വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫിക്സഡ് മാസ് ഗ്യാസിൻ്റെ പ്രഷർ എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമുക്ക് മാത്തമാറ്റിക്കൽ ഫോം എഴുതാൻ പറ്റും. ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്നത് ടെമ്പറേച്ചറുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുകയാണ് എങ്കിൽ P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി. ടി ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് എങ്കിൽ P ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 എന്നും അപ്പോഴുള്ള പ്രഷർ P1 എന്ന് എടുക്കുന്നു. ഫൈനൽ ടെമ്പറേച്ചർ T2 ആൻഡ് പ്രഷർ P2 എന്ന് എടുത്താൽ P1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ T2. ഇതാണ് ഗേ-ലുസാക്ക് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യും. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അങ്ങനെ കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിനെ ഐസോ കോർ എന്നാണ് പറയുന്നത്.
ഐസോകോർ എന്ന് ഈ ഗ്രാഫ് അറിയപ്പെടുന്നു. ഗേ-ലുസാക്ക് ലോയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം പരിഗണിക്കാം. ദ പ്രഷർ ഓഫ് 1 ലിറ്റർ ഗ്യാസ് കെറ്റ് ഇൻ മെൽറ്റിംഗ് ഐസ് ഈസ് 1 atmosphere. Calculate the pressure if the gas is heated to 373 Kelvin by keeping volume constant. മെൽറ്റിംഗ് ഐസിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന 1 ലിറ്റർ ഗ്യാസിൻ്റെ പ്രഷർ 1 atmosphere ആണ്. ആ ഗ്യാസിനെ 373 കെൽവിൻ വരെ ഹീറ്റ് ചെയ്താൽ എത്രയാകും പ്രഷർ എന്നാണ് ചോദ്യം. വോളിയം കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഗേ-ലുസാക്ക് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഗേ-ലുസാക്ക് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. P1 by T1 is equal to P2 by T2. നമുക്ക് ഓരോ വാല്യൂസും എഴുതാം. P1 എന്നാൽ ഇനിഷ്യൽ പ്രഷറാണ്, 1 atmosphere എന്ന് തന്നിട്ടുണ്ട്. T1 ഇനിഷ്യൽ ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചർ നൽകിയിട്ടില്ല, അതിന് പകരം പറഞ്ഞിരിക്കുന്നത് ദ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ മെൽറ്റിംഗ് ഐസ്, അതായത് ഐസ് ഉരുകുന്ന താപനില അത് 0 ഡിഗ്രി സെൽഷ്യസ് അഥവാ 273 കെൽവിൻ ആണ്. അതിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കണം ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്നത് 273 കെൽവിൻ ആണ്. പുതിയ പ്രഷർ കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫൈനൽ ടെമ്പറേച്ചർ T2 373 കെൽവിൻ. ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ P1 T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു P2. നമുക്ക് കണ്ടെത്തേണ്ടത് P2 ആണ്. Therefore P2 ഈസ് ഈക്വൽ ടു P1 T2 by T1. P1 ഇനിഷ്യൽ പ്രഷർ 1 atmosphere ഇൻറ്റു T2 ഫൈനൽ ടെമ്പറേച്ചർ 373 കെൽവിൻ ഡിവൈഡഡ് ബൈ T1 ഇനിഷ്യൽ ടെമ്പറേച്ചർ 273 കെൽവിൻ. നമുക്കതിൻ്റെ ആൻസർ ലഭിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അവോഗാഡ്രോ ലോയാണ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസുമായി ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസുമായി ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. മാത്തമാറ്റിക്കൽ ഫോം എഴുതാം. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഓർ V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു N. അവോഗാഡ്രോ ലോയെ ബേസ് ചെയ്താണ് മോൾ കൺസെപ്റ്റ്, അതുപോലെ അവോഗാഡ്രോ കോൺസ്റ്റൻറ്റ് എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ ലോ വേണമെങ്കിൽ ഒന്ന് മാറ്റി പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് നമ്പർ ഓഫ് മോൾസുമായി ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ഏതെങ്കിലും ഗ്യാസിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അവയുടെ വോളിയം ഈക്വൽ ആണെങ്കിൽ അവയിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അവോഗാഡ്രോ ലോ വേറൊരു രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഗ്യാസസിലെയും വോളിയം ഈക്വൽ ആണെങ്കിൽ അവയിലെ നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും.